ഹൃദയം പ്രാർത്ഥനകൾക്ക് അനുയോജ്യമായ രൂപത്തിലേക്ക് കൊണ്ടുവരണം. അള്ളാഹുവിന് മുന്നിൽ താഴ്മ ഉണ്ടാകണം, ഹൃദയം തേങ്ങണം, റബ്ബിന് മുൻപിൽ ഹൃദയം വിനയാന്വിതമായി നിൽക്കണം. ഹൃദയം വിനയമുള്ളതാക്കണം. നീ 2 കാര്യം പറഞ്ഞാൽ മതി. 1, അള്ളാഹു നിനക്ക് ചെയ്ത നിഅമത്തുകൾ എണ്ണി പറയാം. 2, നീ അള്ളാഹുവിനോട് ചെയ്ത ധിക്കാരങ്ങൾ എണ്ണി പറയാം. ഇത് 2 പറഞ്ഞാൽ മനുഷ്യന്റെ ഹൃദയം ലോലമാകും. അവന് ശരിക്കും മനസ്സിലാവും അള്ളാഹുവിനോട് അവൻ ചെയ്ത തെറ്റെന്താണ്. അല്ല, മനുഷ്യൻ പൊതുവെ നിങ്ങൾക്കൊരാൾ നന്മ ചെയ്താൽ നിങ്ങൾ അയാൾ തിരിച്ചെന്താ ചെയ്യേണ്ടത്? ഒരാൾ നിങ്ങൾക്ക് നന്മ ചെയ്യുന്നു, സ്ഥിരം നന്മ ചെയ്യുന്നു, എന്താ നിങ്ങൾ അയാളോട് തിരിച്ചു ചെയ്യേണ്ടത്? വഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. നന്മ കാണിച്ചാൽ അതിന് പകരം ചെയ്യേണ്ട നന്മയായിരുന്നു. അള്ളാഹു നിനക്ക് നന്മകൾ ആവർത്തിച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, പക്ഷെ നീ തിരിച്ചു ചെയ്തത് എന്താണ്? തിന്മകളാണ്. ഇത് 2ഉം ദുആകളിൽ ഏറ്റുപറയുക എന്നത് അള്ളാഹുവിനോട് ഏറ്റവും നല്ല രൂപത്തിൽ ദുആ ചെയ്യാനുള്ള വഴികളിൽ ഒന്നാണ്. ദുആ നന്നാക്കുന്ന ചില സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ, അതുകൊണ്ട് പ്രാർത്ഥന ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ചോദിക്കാതെ ആദ്യം തന്നെ പോയി പ്രാർത്ഥിക്കല. അള്ളാഹു ചോദിക്കുന്നതിന് മുൻപ് അദബുകൾ പാലിക്കണം. റബ്ബ് ചെയ്തു തന്ന നിഅമത്തുകൾ, സഹോദരങ്ങളെ, പ്രാർത്ഥനയുടെ സമയത്ത് എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യണം? നിഅമത്ത് എണ്ണണം. കാരണം നിഅമത്തിനുള്ള ശുക്രന്റെ തുടക്കം എവിടെയാണ്? എങ്ങനെ നിഅമത്തിന് ശുക്ർ ചെയ്യാൻ പറ്റും? നിഅമത്ത് എണ്ണുമ്പോഴാണ്. നിനക്ക് നിഅമത്താണെന്ന് മനസ്സിലാവുമ്പോഴല്ലേ നന്ദി കാണിക്കാൻ പറ്റുള്ളൂ. നിഅമത്തുകൾ എണ്ണി തുടങ്ങുക. കുറേയുണ്ട്. നിങ്ങൾ പറയാൻ തുടങ്ങിയാൽ, നിഅമത്തുകളെ കുറിച്ച് നമ്മൾ പറയാൻ തുടങ്ങിയാൽ നമുക്ക് മനസ്സിലാവും അള്ളാഹു ചെയ്ത നിഅമത്ത് എത്രയാണ്. ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു എമർജൻസി ആയി ഒരു കോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഇപ്പോൾ വന്നെത്തുന്നില്ല എന്നത് അള്ളാഹു നിങ്ങൾക്ക് ചെയ്യുന്ന നിഅമത്താണ്. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഒരാൾക്ക് കോൾ വന്നു, എന്തെങ്കിലും സംഭവിച്ചു, നമ്മൾ കാക്കട്ടെ, എന്തായിരിക്കും അവസ്ഥ? ജീവിതാകെ തിരിഞ്ഞു പറഞ്ഞു. ഈ 21 ആയിരിക്കും നമ്മളെ അവസ്ഥ. ഇത്ര ആളുകൾ ഒരു ദിവസം ഒറ്റ സമയം കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തി, കാലങ്ങളോളം പിന്നെ അവിടെ തന്നെ കെട്ടി തിരിഞ്ഞിട്ടുണ്ട്. നിന്റെ ഫോണിലേക്ക് കോൾ വരാത്ത ഓരോ സമയം അള്ളാഹ് ചെയ്യുന്ന നിഅമത്താണ്. ഹോസ്പിറ്റൽ വരാണ്ടയിലേക്ക് നീ പ്രവേശിക്കാത്ത ഓരോ ദിവസവും നിഅമത്തുകളാണ്. അള്ളാഹു നിന്റെ മുന്നിൽ ഭക്ഷണം കൊണ്ടുവച്ചു തന്ന ഓരോ ദിവസവും നിഅമത്താണ്. അത് ഇറക്കാൻ സാധിച്ച നിഅമത്ത്, എന്തെല്ലാം നിഅമത്തുകൾ. ഇസ്ലാം നിഅമത്താണ്, സുന്നത്ത് നിഅമത്താണ്, ഹിദായത്ത് നിഅമത്താണ്, കുടുംബം നിഅമത്താണ്, വീട് നിഅമത്താണ്, ആരോഗ്യം നിഅമത്താണ്, സമ്പത്ത് നിഅമത്താണ്. ദുനിയാവാണ്. ദീനിന്റെ നിഅമത്തുകളാകട്ടെ പറയാൻ തുടങ്ങിയാൽ അവസാനിക്കാത്തതാണ്. ഇതൊരു സ്ഥലത്ത് നിങ്ങൾ പറയുക. ഇനി ചെയ്ത തിന്മകളെ കുറിച്ച് പറഞ്ഞു നോക്കൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം അറിയുന്നത്. ഹൃദയത്തിൽ റബ്ബിനോട് ചെയ്തു വെച്ച ധിക്കാരങ്ങൾ, വേണ്ടാത്ത പ്രവർത്തനങ്ങൾ, ഇതിനെക്കുറിച്ച് പറഞ്ഞു നോക്കൂ. നിങ്ങൾ നിസ്കാരത്തിലെ അവസ്ഥയെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ നിസ്കാരത്തിൻ്റെ അവസ്ഥ എന്താ? നമ്മുടെ ഇബാദത്തിന്റെ അവസ്ഥ എന്താ? നമ്മൾ ചെയ്ത നന്മയുടെ കാര്യം ഞാനാണ് പറയുന്നത്. ബാക്കി തിന്മനെ കുറിച്ച് പിന്നെ അറിയിക്കാം. നമ്മൾ ചെയ്ത നന്മകളുടെ അവസ്ഥ എന്താണ്? അതന്നെ ഇസ്തിഗ്ഫാർ ആവശ്യമുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്ത തിന്മകളുടെ കാര്യം